ഇനിയും കാണാൻ അവസരം കിട്ടി കാണുമോ? ഉറപ്പായിട്ടും. അതിൽ രാവിലെ എണീച്ച് വന്നത് തന്നെ. രാവണപ്രഭു ഒക്കെ അടിപൊളി സിനിമ അല്ലേ? അത് നമ്മൾ പ്രത്യേകിച്ച് ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല. അതാ ഈ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാം ഓക്കെ അല്ലേ ആൾക്കാർക്ക്? ലാലേട്ടൻ ഇല്ലാതെ എന്ത് ആഘോഷം മലയാളികൾ, അതുപോലെ ഈ പാട്ടില്ലാതെ എന്ത് ആഘോഷം, അതാണ് നരൻ. അന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ കാണുന്നതിന്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരില്ല, അത് അതാണ്. ആള് കുറവായിരുന്നു. ആൾക്കാരുണ്ടെങ്കിൽ നൈസായിരുന്നു. ആ പാട്ടൊക്കെ വരുമ്പോ നമുക്കൊരു ഇതുണ്ടല്ലോ, അതൊന്നും എനിക്ക് കിട്ടിയില്ല. ആളില്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു. നൈസായിരുന്നു. അറിയാം നമ്മൾ അതുകൊണ്ട് തന്നെ വന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ റിപ്പീറ്റ് അടിച്ച് കാണുന്നേ. ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു അവസരം കിട്ടിയപ്പോ മുതലാക്കി. കൊള്ളാം, അടിപൊളി. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ. പിന്നെ 4K കാണാൻ പറ്റിയില്ല, ഇന്ന് കാണാൻ പറ്റിയില്ല. വളരെ സന്തോഷം. അടിപൊളി. എങ്ങനെയാ? അടിപൊളി. ആ ഒരു ഫീൽ ഇപ്പോഴും ഉണ്ട്. മുളങ്കല്ല് വേലായുധനെ പിന്നെ ഉറപ്പായിട്ടും. മറക്കാൻ പറ്റുമോ നമുക്ക്? ഇനിയും കാണാൻ അവസരം കിട്ടി കാണുമോ? ഉറപ്പായിട്ടും. അതിൽ രാവിലെ എണീച്ച് വന്നത് തന്നെ. അടിപൊളിയായിരുന്നു, നല്ല സിനിമയായിരുന്നു. പിന്നെ തിയേറ്ററിൽ കണ്ടത് അടിപൊളിയായിരുന്നു. ആ ഒരു മാസൊക്കെ ഇപ്പോഴും ഉണ്ടോ? അടുത്ത് ദേവാസുര സൂപ്പറായിരുന്നു പടം. നല്ല പടമായിരുന്നു. കണ്ടിട്ട് ടൈം പാസ് ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. ഇപ്പോഴും പഴയ വീര്യം തന്നെ ഉണ്ട് പടത്തിന്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാണാൻ. എന്തെങ്കിലും ബോറിംഗ് വല്ലാണ്ട് തോന്നിയോ? ഒട്ടും ബോറിംഗ് ഇല്ല, സൂപ്പറായിരുന്നു. നല്ലൊരു ഇതായിട്ട് വന്നു. എങ്ങനെ തോന്നുന്നു? ഇപ്പൊ റിപ്പീറ്റഡ് വാല്യൂ ഇല്ലെന്ന്. ഇപ്പോഴും പഴയ തീ തന്നെ. മുമ്പ് തിയേറ്ററിൽ കണ്ടല്ലേ? 4K വന്നപ്പോ എങ്ങനെ? കുഴപ്പമില്ല. പിന്നെ ഞാൻ മാവേലിക്കര സന്തോഷി കണ്ട സിനിമയാണ്. ഇപ്പൊ 4K അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് അതുപോലെ തന്നെ എഫക്റ്റ് ആയിട്ടുണ്ട്. അത്രമാത്രം ഏത് സമയത്ത് കണ്ടാലും ഏത് കാലഘട്ടത്തിൽ കണ്ടാലും പിന്നെ എല്ലാവർക്കും ആവേശം കൊള്ളിക്കുന്ന ഒരു പടമാണ്. പാട്ടുകൾ ആവേശമാണല്ലോ. കോട്ടയം അഭിലാഷിലൊക്കെ പൊളിച്ചടിക്കിയിട്ടുണ്ട് പിള്ളേര്. അത്രമാത്രം ആവേശമാണ് പാട്ടുകൾ. ഏത് ഗാനമേള ട്രൂപ്പ് ആയാലും എവിടുത്തെ ഉത്സവം ഉണ്ടായാലും ഈ പാട്ടില്ലാത്ത ഒരു ആഘോഷമില്ലല്ലോ. ലാലേട്ടൻ ഇല്ലാതെ എന്ത് ആഘോഷം മലയാളികൾ, അതുപോലെ ഈ പാട്ടില്ലാതെ എന്ത് ആഘോഷം, അതാണ് നരൻ. പണ്ട് കണ്ട അതേ ഫീല്, അതേ ക്വാളിറ്റിയോടെ അടിപൊളി സൗണ്ട്. ഇപ്പം ഇച്ചിരി കൂടെ സൗണ്ടിന്റെ അടിപൊളിയായിട്ടുണ്ട്. പണ്ട് കണ്ട അതേ ഫീല്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മേൽമുരുക പാട്ടില്ലാത്തൊരു ആഘോഷമില്ല. നരനൊരു ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് എൻ്റെ. അല്ല, ലാലേട്ടന്റെ ആ ഒരു പഴയ ഫേസും അതൊക്കെ വന്നപ്പോ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വീണ്ടും പഴയ ഇതുകൂട്ട് വരണമെന്ന് പഴയ ലാലേട്ടനെ തിരിച്ചിടണമെന്ന് ആഗ്രഹം. ഇങ്ങനത്തെ സിനിമകളൊക്കെ ആയിട്ട് കുറെ ട്രോളുകളൊക്കെ പുള്ളി ഏറ്റുവാങ്ങുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ ഇത് കാണുമ്പോൾ നമുക്ക് അതേപോലെ ലാലേട്ടൻ തിരിച്ചു വരണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് എമ്പുരാനിൽ അത് പ്രതീക്ഷിക്കുന്നു. ഇത് പഴയ അഭിനയം. പടം അടിപൊളി സിനിമ അല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ആൾക്കാർ പറഞ്ഞത് തന്നെ നമുക്കറിയാമല്ലോ. പടം അടിപൊളി സിനിമയാണ്. ഈ സിനിമ കാലത്തിനപ്പുറം സഞ്ചരിക്കുന്ന സിനിമ. ഏത് സമയത്ത് റിലീസ് ചെയ്താലും ഇത് യാതൊരു ഇതുണ്ടാകുന്ന സിനിമയാണ്. അത്രയും എഫക്റ്റ് ഉണ്ടാക്കിയ സിനിമ അല്ലേ? വളരെ നല്ല അനുഭവമായിരുന്നു. 4K ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? വളരെ അടിപൊളിയായിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ വർക്ക് കാര്യങ്ങള് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇപ്പം 25ാം വാർഷികം പ്രമാണിച്ച് വന്ന റീ റിലീസ് അല്ലേ? അല്ലാതെ റീ റിലീസ് പ്രതീക്ഷിക്കാവോ? അത് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിക്കണം. അതേക്കുറിച്ച് നമുക്ക് അത്ര ഇത് പോരാ. ഇതിനെക്കാട്ടും വിജയമായിരിക്കും റീ റിലീസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ലാലേട്ടന്റെ പഴയ പടങ്ങള് 3 റീ റിലീസ് ചെയ്ത് സ്ഫടികം, ദേവദൂതൻ, 3 ചെയ്തിട്ട് നല്ല ഹിറ്റായിരുന്നു. ഇതും അതുപോലെ ചെയ്താൽ ഹിറ്റ് ആകുമെന്ന് പ്രതീക്ഷ. ഇത് ഇങ്ങനെയുള്ള കുറെ സിനിമകളുണ്ട് ഹിറ്റായിരുന്നു. മോഹൻലാലിന്റെ സിനിമ എല്ലാ കാലത്തും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആണ്. റീ റിലീസ് വരാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന പടം ഏതായിരിക്കും? ചോട്ടാ മുംബൈ ഉണ്ട്. പിന്നെ ശരിക്കും മോഹൻലാലിന്റെ സിനിമ നമ്മൾ TV കാണുന്ന കണക്കോ വേറൊരു ഫോണിൽ കാണുന്ന കണക്കോ അല്ലോ. തിയേറ്ററിൽ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ പഴയകാല സിനിമകൾ വെച്ച് നോക്കി, കിരീടമായാലും ചെങ്കോലായാലും അങ്ങനെ ഏത് സിനിമ, തൂവാനത്തുമ്പിൾ മുതലിങ്ങോ ഏത് സിനിമയും വന്നു കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ കാണുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം. രാവണപ്രഭു ഒക്കെ വന്നു കഴിഞ്ഞാൽ രാവണപ്രഭു ഒക്കെ അടിപൊളി സിനിമ അല്ലേ? അത് നമ്മൾ പ്രത്യേകിച്ച് ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല. അതാ ഈ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാം ഓക്കെ അല്ലേ ആൾക്കാർക്ക്?